അച്ഛയുടെ പിറകിലിരുന്ന് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അതുവിന്. തന്റെ കുഞ്ഞിലെ കാർ എടുക്കുന്നതിന് മുമ്പ് അച്ഛനൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതിൽ അവളും അച്ഛനും അമ്മയും കൂടി യാത്ര ചെയ്തിരുന്നത് അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. അച്ഛൻ്റെ അമ്മയുടെയും നടുക്ക് സാൻഡ്വിച്ചിലെ നടുക്കഷ്ണം പോലെ കുഞ്ഞാതു. പിന്നെ കാലം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ആ സ്കൂട്ടറൊക്കെ കൊടുത്ത് അച്ഛൻ ബൈക്ക് വാങ്ങിയെങ്കിലും ഞാൻ വളർന്നപ്പോൾ 3 പേർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മൂന്നാളും ഒന്നിച്ചു പോകണമെങ്കിൽ കാർ തന്നെ ശരണം എന്ന അവസ്ഥയായി. യാത്രകൾ മൂവരും ഒന്നിച്ചു വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അച്ഛനൊരു കാറ് കൂടി എടുത്തു. ഓഫീസിൽ പോകുമ്പോൾ മാത്രം ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പഴയ കാലത്തിലേക്ക് ഊളിയിടുമ്പോൾ എത്ര പെട്ടെന്നാണ് എല്ലാ ടെൻഷനും മറന്ന് ഞാൻ പഴയ ആതുവായി മാറുന്നത്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോളെ, നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയാലോ? ഇനിയും സമയമുണ്ടല്ലോ കോളേജിൽ കയറാന്. അവളുടെ മനസ്സൊന്ന് ഫ്രഷാക്കാൻ ക്ഷേത്ര ദർശനം കൊണ്ട് കഴിയുമെന്ന് കരുതി കൂടിയാവും അദ്ദേഹം അവളോട് അങ്ങനെ ചോദിച്ചത്. ആ ക്ഷേത്രത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അവളുടെ മനസ്സിലേക്ക് വന്നത് ധ്രുവിയെ ആദ്യമായി കണ്ടുമുട്ടിയ രംഗമായിരുന്നു. അതിനുശേഷം ഇന്നുവരെ ആ അമ്പലത്തിൽ കയറിയിട്ടില്ല. മോളെ, എന്താ ഒന്നും പറയാത്തത്? വിശ്വനാഥൻ ബൈക്കിന്റെ മിററിൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടോ അച്ഛനെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല അവൾക്ക്. ഞാൻ എന്ന ഗ്രഹത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന 2 ഉപഗ്രഹങ്ങളാണ് അച്ഛനും അമ്മയും. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എത്ര ചെറിയ കാരണത്തിന് പോലും അവളെ വിഷമിപ്പിക്കാൻ അവർക്കോ അവരെ വിഷമിപ്പിക്കാൻ അവൾക്കോ കഴിയില്ലായിരുന്നു. ആ, അതിനെന്താ അച്ഛാ, പോകാലോ? ആലോചനയിൽ നിന്നുണർന്ന് മുഖത്തൊരു പ്രസന്ന ഭാവം വരുത്തി അവൾ അച്ഛനോട് പറഞ്ഞു. ഇരുവരും സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രത്തിന്റെ പുറത്തായുള്ള ആലിന്റെ തണവിൽ ബൈക്ക് പാർക്ക് ചെയ്ത് ഇരുവരും ക്ഷേത്രത്തിലേക്ക് നടന്നു. ഈയൊരു അന്തരീക്ഷം തന്റെ മനസ്സിനെ തണുപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എങ്കിലും അവൾ ചുറ്റിനും ഒന്ന് പരതി നോക്കി. ധ്രുവി അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയുവാനായി. സർവാലങ്കാര ഭൂഷിതയായി പ്രസന്ന ഭാവത്തിൽ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ദേവീ വിഗ്രഹത്തിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നുപോയി അവൾ. എന്തെന്നറിയാതെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന വിഷമങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ടെന്ന് ദേവി അവളോട് പറയും പോലെ അവൾക്ക് തോന്നി. അപ്പോഴും താൻ അനുഭവിക്കാൻ പോകുന്ന ദുരിതമഴകൾക്ക് മുന്നോടിയാണ് ഇതല്ല എന്ന് അവൾ മനസ്സിലാക്കിയില്ല. ക്ഷേത്രനടയൊന്ന് ചുറ്റിത്തൊഴുത് പ്രസാദം വാങ്ങി വന്നപ്പോൾ അവൾക്ക് ധ്രുവിയെ ഇടിച്ചിട്ട രംഗോർമ്മ വന്നു. വിശേഷ ദിവസം അല്ലാത്തതുകൊണ്ടാകാം ക്ഷേത്രത്തിൽ വലിയ ആൾത്തിരക്കുണ്ടായിരുന്നില്ല. അതവൾക്കൊരു വലിയ ആശ്വാസം തന്നെയായി. അവർ തൊഴുത് ഇറങ്ങാൻ നേരമാണ് ക്ഷേത്ര കവാടത്തിൽ വെച്ച് തൊഴാമെന്ന ഒരു സ്ത്രീ തല ചുറ്റി വീഴാൻ തുടങ്ങിയത്. അതു പരിഭ്രമത്തോടെ അവർ കരികിലേക്ക് ഓടുന്നത് കണ്ട് വിഷ്ണു അവരെ നോക്കി. തലചുറ്റി വീഴാൻ തുടങ്ങിയ സ്ത്രീയെ വിഷ്ണുവും ആദവും ചേർന്ന് താങ്ങി. അപ്പോഴേക്കും അവർ ബോധം മറിഞ്ഞ് വീണു പോയിരുന്നു. ക്ഷേത്രത്തിൽ വന്നവർ ഓടിക്കൂടി വെള്ളം തളിച്ചു നോക്കിയെങ്കിലും ബോധം തിരികെ വരുന്നില്ല. ആരോ ഓട്ടോ വിളിച്ചു വരുത്തിയെങ്കിൽ കൂടിയും അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുവാൻ ആരും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആദുവിനും ആ സ്ത്രീക്കൊപ്പം ഓട്ടോയിൽ വിട്ടിട്ട് വിഷൻ ബൈക്കുമായി ഓട്ടോയ്ക്ക് പിറകെ പോയി. അത്യാവശ്യം വലിയൊരു നഗരമായതുകൊണ്ട് തന്നെ ആശുപത്രികൾ സുലഭമാണ്. അത്ര വലുതോ ചെറുതോ അല്ലാത്ത ഒരു ആശുപത്രിയിലേക്ക് മിനിറ്റുകൾക്കാവും തന്നെ ഓട്ടോ എത്തിച്ചേർന്നു. തൊട്ടുപിറകെയായി വൈകാതെ വിശ്വനും വന്നു. സ്ട്രക്ചറിൽ കിടത്തി എമർജൻസി മെഡിസിനിലേക്ക് കൊണ്ടുപോയ ആരെന്നു കൂടിയറിയാത്ത സ്ത്രീക്ക് പിറകെ പായുമ്പോൾ ആദുവിന്റെ മനസ്സ് നിറയെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. BP ഷൂട്ട് ചെയ്തതാണ്, മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്ഷീണം മാറാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആളിന് കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ഭയപ്പെടാനൊന്നുമില്ല, സമയത്തിന് എത്തിച്ചത് നന്നായി. BP കൂടുതലാണ്, പ്രോപ്പർ മെഡിസിൻ എടുത്താൽ ഒന്ന് കൺട്രോൾ ചെയ്യാം. BP നോർമൽ ആവുന്നതുവരെ ഇവിടെ കിടക്കേണ്ടി വരും, ഡോക്ടർ ഇരുവരോടുമായി പറഞ്ഞു. നടന്ന സംഭവങ്ങൾ മുഴുവൻ വിഷൻ ഡോക്ടറോട് പങ്കുവച്ചു. ആ ലേഡിക്ക് ബോധം തെളിഞ്ഞിട്ട് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരാതെ നിങ്ങൾ ഇവിടുന്ന് പോകാൻ കഴിയില്ല. എന്തായാലും അവർക്ക് ബോധം തെളിയട്ടെ, ഡോക്ടർ ഇരുവരോടുമായി പറഞ്ഞു. കുറച്ചുകൂടി സംസാരിച്ച ശേഷം അവർ അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നും പുറത്തിറങ്ങി. മോളെ, നീ ഇനിയും നിന്ന് താമസിക്കും, കോളേജിലേക്ക് നീ പൊയ്ക്കോ. ആ സ്ത്രീയുടെ ആരെങ്കിലും വന്ന് അവരെ ഏൽപ്പിച്ച ശേഷം അച്ഛ കോളേജിലേക്ക് വന്നു. നിന്റെ സാറിനെ കണ്ട് സംസാരിക്കാം. വെറുതെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ. ഒരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോ. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് അവൾക്കും തോന്നി. ട്രിപ്പിന്റെ ആലസ്യത്തിൽ മയങ്ങുന്ന ആ സ്ത്രീയെ ഒന്നുകൂടി നോക്കി അവൾ വേഗത്തിലിറങ്ങി. അതേ ആ സ്ത്രീക്ക് ബോധം വന്നിട്ടുണ്ട്. ആദ്യം പോയി കുറിച്ചു കഴിഞ്ഞ ശേഷം ഒരു നേഴ്സ് വന്ന് വിഷനോടായി പറഞ്ഞു. അദ്ദേഹം തിടുക്കത്തിൽ ആ സ്ത്രീയുടെ അരികിലേക്ക് നടന്നു. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ പോലും
ആദുവിന്റെ മനസ്സിൽ ഭയം തോന്നി. മനസ്സിൽ അത്രയ്ക്ക് വിഷമം തിങ്ങി നിറഞ്ഞപ്പോഴാണ് സഹിക്കാൻ കഴിയാതെ അച്ചയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു, വെറുതെ അവരെ കൂടി വേദനിപ്പിക്കാൻ. ഇനി അച്ചയോട് ധ്രുവി സാർ എന്തൊക്കെ പറയും? ഓരോന്നാലോചിച്ച് ഓട്ടോ ക്യാമ്പസിലെത്തിയത് ആദു അറിഞ്ഞില്ല. ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് എത്തിയെന്ന് പറഞ്ഞ് അവൾ ചുറ്റിനും നോക്കിയത്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് വേഗം അവരുടെ സ്ഥിരം സമാഗമ സ്ഥലത്തേക്ക് അവൾ വേഗത്തിൽ നടന്നു. ഗാദുവിനെയും അക്കുവിനെയും പിന്നെ ഒന്ന് വിളിച്ചതുകൂടിയില്ല. വിളിക്കാൻ പറ്റിയ മാനസികാവസ്ഥ ആയിരുന്നില്ലല്ലോ. അവരുടെ പേരൻസ് കൂടെ വരാൻ സമ്മതിച്ചിട്ടുണ്ടാകുമോ? ഞാൻ കാരണം അവർക്ക് വഴക്ക് കേട്ടിട്ടുണ്ടാകും. പലതരം ചിന്തകൾ അവളുടെ മനസ്സിനെ മതിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശിമരത്തിന്റെ ചുവട്ടിൽ നോക്കിയെങ്കിലും അവിടെ ഗാദുവും അക്കുവും ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ മുൻപേ വരുന്നവരാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദു ഇരുവരുടെയും ഫോണിലേക്ക് മാറിയും തിരിഞ്ഞും വിളിച്ചെങ്കിലും കോൾ റിങ് ചെയ്ത് അവസാനിച്ചതല്ലാതെ ആരും അറ്റൻഡ് ചെയ്തില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിറഞ്ഞ മിഴികളുമായി അവിടെ തന്നെ നിന്നുപോയി ആദു. എന്താ മോളെ, കോളേജിൽ വന്ന് ആഴ്ചയൊന്നാവും മുമ്പ് സാറിന്റെ കണ്ണിലെ കരടായി വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുവാണല്ലോ നീ. അല്ല, പേരൻസിന് പോലും നിന്നെ വേണ്ടേ? ആരും വന്നില്ലേ കൂടെ? ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് ത്രേയുടെയും ഗാങ്ങിന്റെയും കളിയാക്കലുകൾ അവിടെ ആകെ മുഴുങ്ങിയത്. അവളുടെ വർത്തമാനം കേട്ടപ്പോ അതുവരെ ഉണ്ടായിരുന്ന ആദുവിന്റെ സാഡ് മൂഡൊക്കെ അങ്ങ് പോയി. അതേലോ, അതിനിപ്പോ നിനക്ക് വല്ല നഷ്ടമുണ്ടോ? അതോ നിന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്ലാനുണ്ടോ? അതേ ദേഷ്യത്തിൽ ആദു അവളോട് ചോദിച്ചു. എന്നെ ആദ്യമായി കണ്ട അന്നു മുതൽ അവൾക്കുള്ള ചൊറിച്ചിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. എന്തോ അവളുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതേ നാണയത്തിൽ അവൾ തിരിച്ചടിച്ചു. ആരോ കൈയടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോ ഗാദു അക്കുവാണ്. ഇരുവരെയും കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. ത്രേമോളെ, നീ ഇവളെ ഓർത്ത് കൂടുതൽ ഉത്കണ്ഠപ്പെടാതെ അങ്ങോട്ട് ചെന്നാട്ടെ. അല്ലെങ്കിൽ ചിലപ്പോ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടിയും കൊള്ളേണ്ടിയും വരും. അക്കു ത്രേയുടെ നേർക്ക് മുഷ്ടി ചുരുട്ടി പറഞ്ഞത് കേട്ട് അവൾ ദേഷ്യത്തോടെ ഇരുവരെയും ഒന്ന് നോക്കി ദഹിപ്പിച്ചു. അക്കു അവളെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ഇളിച്ചു കാട്ടിയതും അവളും ഗാങ്ങും ചവിട്ടിത്തുള്ളി ക്ലാസ്സിലേക്കും പോയി. അതെ, നിങ്ങൾ എന്താ ലേറ്റായത്? വിളിച്ചിട്ടെടുക്കാതായപ്പോ ഞാൻ കരുതി നിങ്ങൾ വരില്ലാന്ന്. ആരും വന്നില്ലല്ലേ കൂടെ? നിങ്ങളെ വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞോ? ഞാൻ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞോളാം, ഞാൻ കാരണമില്ലാന്ന് അവൾ നിറഞ്ഞ മിഴികളോടെ പറഞ്ഞു. അയ്യേ, നീ സില്ലി ആകാതെ അത്തൂസേ. ത്രേയോട് വലിയ ഡയലോഗൊക്കെ പറയുന്നത് കേട്ടപ്പോ ഞാൻ കരുതി നീ അങ്ങ് നന്നായെന്ന്. അയ്യേ, നീ ഇപ്പോഴോ തൊട്ടാവാടിയായിട്ട് നിൽക്കുവാണേ. ഇവിടെ എല്ലാം കൂടെ നിന്റെ തലേ കയറി നിരങ്ങും. ഇവിടെ നിൽക്കുമ്പോൾ കറന്റ് പോലെ ആയിരിക്കണം. അക്കു വലിയ കാര്യത്തിൽ ആദുവിനെ ഉപദേശിക്കാൻ തുടങ്ങി. കറന്റ് പോലെയോ? ആദുവിന് മനസ്സിലായില്ല. കറന്റ് പോലെ. ആവശ്യമില്ലാത്തടത്ത് തൊട്ടാൽ ഷോക്ക് അടിക്കണം. എടി ബുത്തൂസേ, ചൊറിയാൻ വന്നാൽ മാന്തി വിട്ടേക്കണമെന്ന്. അവളുടെ പറച്ചിൽ കേട്ടിട്ട് ആദുവിന് ചിരി വന്നു. നിങ്ങളുടെ പേരൻസ് ആരും വന്നില്ലല്ലേ? ആദു കുറച്ച് വിഷമത്തോടെ ചോദിച്ചു. അത് കേട്ട് അക്കും ഗാദുവും ഒന്ന് മൗനിയായി. ആദുവിന്റെ മുഖം കൂടുതൽ വാടുന്നത് കണ്ടിട്ട് ഇരുവരും അവളെ ചേർത്ത് പിടിച്ചു. ദേ അങ്ങോട്ട് നോക്കിയേ, ആരാ വരുന്നതെന്ന്. ഗാദു വിരച്ചൂണ്ടിയടുത്തേക്ക് നോക്കിയ ആദുവിന്റെ മുഖം പൂനിലാ ഉദിച്ചതുപോലെ വിടർന്നു. വിശ്വനാഥൻ ആശുപത്രി ബെഡിൽ കിടക്കുന്നവർക്കടുത്തേക്ക് വേഗത്തിൽ ചെന്നു. ബോധം വന്നിട്ടുണ്ട് ആൾക്ക്, എങ്കിലും ഡ്രിപ്പ് തീർന്നില്ല. സിസ്റ്റർമാർ പറഞ്ഞതിൽ നിന്നും കാര്യങ്ങളറിഞ്ഞ സ്ത്രീ അയാളെ നന്ദിയോടെ നോക്കി. ഞാൻ വിശ്വനാഥൻ. ഹോസ്പിറ്റലിൽ തലചുറ്റി വീണപ്പോൾ ഞാനും മോളും ചേർന്നാ കൊണ്ടുവന്നത്. മോള് ക്ലാസ്സിന് സമയമായതുകൊണ്ട് കോളേജിൽ പോയി. ആരുടെയെങ്കിലും കോണ്ടാക്ട് നമ്പർ തന്നാൽ ഞാൻ വിളിച്ചു പറയാം. BP ഒന്ന് ഓക്കെ ആകുന്നത് വരെ ഇവിടെ കിടക്കേണ്ടി വരും. വിശ്വനാഥൻ പറഞ്ഞു നിർത്തി. ഞാൻ ഗായത്രി. BP കുറച്ച് നാളായി കൂടെയുണ്ട്. മരുന്ന് കഴിക്കാനൊന്നും മറന്നുപോയതിൻ്റെയാ ഇപ്പം ഇങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ വന്നത്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിൽ ഫോൺ എടുക്കാറില്ല. ആകെ കാണാതറിയുന്ന നമ്പർ ധ്രുവിയുടെ ആയതുകൊണ്ട് തന്നെ അവർ ധ്രുവിയുടെ നമ്പർ കൊടുത്തു. ഗാദുവിൻ്റെ അച്ഛൻ വിജയരാഘവനും അമ്മ അനിതയും. അനിതയോടൊപ്പം സംസാരിച്ചു വരുന്ന അക്കുവിൻ്റെ അമ്മ ഷീജ. അക്കുവിൻ്റെ അച്ഛൻ പ്രവാസിയാണ്. ഫോട്ടോയിൽ കണ്ട എല്ലാവരെയും പരിചയമുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് ആദു എല്ലാവരെയും കാണുന്നത്. ഇതാണല്ലേ നമ്മുടെ ആദൂസ്? മോളെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സാറായിട്ട് അവസരം ഒരുക്കി തന്നു. അപ്പൊ പിന്നെ അത് കളയണ്ടല്ലോ എന്ന് കരുതി. അനിത ആദുവിന്റെ താടി പിടിച്ചു പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തല കുനിച്ചു നിന്ന ആദു. അയ്യേ, കുട്ടി തെറ്റിദ്ധരിക്കല്ലേ. ഈ രണ്ടെണ്ണം അവർക്കിടയിലേക്ക് മൂന്നാമതൊരാളെ അടുപ്പിക്കാറില്ല.
അവർക്കത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്കിടയിലേക്ക് ഒരാൾ കടന്നു വന്നപ്പോൾ അയാളെ കാണാനൊരു ആകാംക്ഷ. മോളെക്കുറിച്ച് പറയാനേ ഇവർക്ക് നേരമുള്ളൂ. പറഞ്ഞു പറഞ്ഞ് നീ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി. ഷീജയും ചേർന്ന് പറഞ്ഞപ്പോ ആദുവിന് ഒത്തിരി സന്തോഷം തോന്നി. മോളുടെ വീട്ടിൽ നിന്നും ആരും വന്നില്ലേ? ഗാഥയുടെ അച്ഛൻ വിജയരാഘവൻ ചോദിച്ചു. അച്ഛൻ വന്നതായിരുന്നെങ്കിൽ അപ്പൊ വരുന്ന വഴിക്കൊരു അത്യാവശ്യം വന്നു. കുറച്ച് കഴിയുമ്പോൾ വരും. ആദു സൗമ്യമായി അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ നമുക്ക് പോയി ഇവരുടെ സാറിനെ കാണാം. ഓഫീസിൽ പോകാനുണ്ട്. മോളുടെ അച്ഛനെ മറ്റൊരു ദിവസം കാണാട്ടോ. വിജയൻ ആദുവിന്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറയുകയാണ്. എല്ലാവരും ധ്രുവിയെ കാണാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. ആദുവിന് അവരുടെ കൂടെ പോകണമെന്നില്ലായിരുന്നെങ്കിലും ഗാദുവും അക്കുവും വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. എത്ര നാള് നീ സാറിനെ ഭയന്ന് ഒളിച്ചു നടക്കും? നീ കുറെ കൂടെ ബോൾഡാകണം എന്നാണ് അവരുടെ വാദം. വാതിൽക്കൽ നിന്ന് തന്നെ കണ്ടു ബുക്കുകൾക്കിടയിലേക്ക് ഊളിയിടുന്ന ധ്രുവിയെ. സർ, ഗാദുവിന്റെ അച്ഛൻ വിളിച്ചപ്പോൾ അവൻ പുസ്തകങ്ങളിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി. കഴിഞ്ഞ വർഷത്തെ ഇൻചാർജ് ആയതുകൊണ്ട് തന്നെ അക്കുവിന്റെയും ഗാദുവിന്റെയും മാതാപിതാക്കളെ ധ്രുവിന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അവരെ കണ്ടെന്ന് പുഞ്ചിരിച്ചെങ്കിലും അടുത്ത് നിൽക്കുന്നവളെ കണ്ട് ആ മുഖം ഒന്ന് ചുളുങ്ങി. ഇയാളുടെ മൂന്ത എന്താ എന്നെ കാണുമ്പോൾ ഇങ്ങനെ കാറ് കൂടിയ പോലെ ആകുന്നു? ആദ്യം ചിന്തിക്കാതിരുന്നില്ല. ആ, ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞു കാണുമല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം ഈ കുട്ടികൾ എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചില പുതിയ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടിയിട്ട് ക്ലാസ്സിൽ ഇരിക്കണമെന്ന് പോലും ഇവർക്കില്ല. ധ്രുവി അങ്ങനെ അവർക്ക് നേരെയുള്ള കുറ്റങ്ങൾ അടിച്ചു വിട്ടപ്പോൾ അതിന് കാരണക്കാരിയായി ആദുവിന്റെ പേരൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. വാട്ട് എ കുത്തിത്തിരിപ്പ് മെന്റാലിറ്റി! ഗാദു അക്കുവിനോട് അടക്കം പറഞ്ഞു. മിണ്ടാതിരിക്കാനായി അവൾ അവളുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തപ്പോൾ കക്ഷി ഡീസൻ്റായി. ധ്രുവി ഇത്ര പ്രസംഗം നടത്തുമ്പോഴും വിജയരാഘവൻ ഒരു ചിരിയോടെ നിൽപ്പുണ്ട്. സാറി പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ആത്മീക വന്നതുകൊണ്ട് അവർ ഇറസ്പോൺസിബിൾ ആയി എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ നന്നായി എല്ലാം ചെയ്താൽ ക്രെഡിറ്റ് നമുക്കും, മോശമായാൽ അതിൻ്റെ കുറ്റം കൂടെയുള്ളവർക്കും. അതെങ്ങനെ ശരിയാകും? പിന്നെ ഒരാളെ കണ്ട് അതുപോലെ അനുകരിക്കാൻ ഇവർ സ്കൂൾ കുട്ടികളല്ല. ജീവിതത്തെക്കുറിച്ച് എന്നേക്കാൾ വ്യക്തമായ അറിവും ധാരണകളും ലക്ഷ്യങ്ങളും ഉള്ളവരാണിവർ. പിന്നെ ആത്മീക ഒരു മോശം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയല്ല. കഴിഞ്ഞ സെമില് ഈ കോളേജിലെ ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടിയേക്കാൾ കുറച്ച് മാർക്ക് അവൾക്ക് അധികം കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ മാർക്ക് ബേസ് ആണെങ്കിൽ അവളാണ് നിലവിലെ ടോപ്പർ എന്ന് പറയാം. അതാകും അവൾക്ക് ഈസിയായി ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. പുറമേ ചിരിച്ചുകൊണ്ടാണെങ്കിലും വിജയരാഘവന്റെ വാക്കുകളിലെ കാഠിന്യം ധ്രുവിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെയും സംസാരിക്കാനുള്ള അവന്റെ ഊർജം കെടുത്തി. എന്താ, നിന്റെ പേരൻസ് ആരും വന്നില്ലേ? വിജയരാഘവനോടുള്ള ദേഷ്യം ആദുവിനോട് തീർക്കാൻ ശ്രമിക്കും മുന്നേ തന്നെ അവന്റെ ഫോൺ റിങ് ചെയ്തു. ആദുവിനോടൊഴിച്ച് മറ്റുള്ളവരോട് ക്ലാസ് കയറിക്കോളാൻ പറഞ്ഞ ശേഷം അവൻ ഫോണിലേക്ക് നോക്കി. അൺനോൺ നമ്പറാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അമ്മ അമ്പലത്തിൽ നിന്ന് ബോധം കെട്ട് വീണു. ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. BP കുറച്ച് കൂടുതലാ. പേടിക്കാനൊന്നുമില്ല. കയ്യിൽ കിടന്ന വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് വിശ്വനാഥൻ ധൃതി പറഞ്ഞു. ഞാൻ വരാം പറഞ്ഞുകൊണ്ടവൻ വേഗത്തിൽ കോൾ കട്ട് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടവൻ വേഗത്തിൽ പാർക്കിംഗ് സെക്ഷനിലേക്ക് നടന്നു. ഗായത്രിയുടെ മകനെയും കാത്ത് വിശ്വനാഥൻ റൂമിന് പുറത്തു നിന്നു. അക്ഷമനായി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കണ്ടു വേഗത്തിൽ നടന്നു വരുന്ന ഒരു യുവാവിനെ. ഗായത്രിയുടെ സംശയം തോന്നിയ അയാൾ അവനോട് ചോദിച്ചു. അതെ, മകനാണ്. ദേ ഈ റൂമിലുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മുറിയിലേക്ക് അവൻ ഓടിക്കയറി. അമ്മേ, സമയത്തിന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ കേൾക്കില്ലല്ലേ? എന്തെങ്കിലും ഇതുപോലെ ഒപ്പിച്ചു വെക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാ പിന്നെ എനിക്കാരാ ഉള്ളേ? അവൻ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. അമ്മയ്ക്കൊന്നും വരില്ലടാ. ഇദ്ദേഹവും മകളുമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അവർ വിശ്വനാഥനെ ചൂണ്ടിപ്പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ചെന്നിട്ട്, വിശ്വനാഥൻ ധ്രുവിയോട് പറഞ്ഞപ്പോൾ അവൻ അദ്ദേഹത്തിന്റെ കൈകളെ മുറുക്കെ പിടിച്ചു. താങ്ക്സ് എലോട്ട്. അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം ധ്രുവിയുടെ തോളിലായി ഒന്ന് തട്ടിക്കൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ആദുവിന്റെ കോളേജിലേക്ക്. കോൾ വന്നതിന് പിന്നാലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോട് പറഞ്ഞു. ധ്രുവി ആശുപത്രിയിലേക്ക് പാഞ്ഞപ്പോഴും പാവം ആദു ക്ലാസ്സിന് പുറത്താണ്. അപ്പൊ മോളെ, ഞങ്ങൾ ഇറങ്ങുവാ. എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നു, അതുകൊണ്ട് അത്യാവശ്യമായി പോണം. അതിനു മുന്നേ ഇവരെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വിടണം. അച്ഛനെ ഇനി മറ്റൊരു ദിവസം കാണാട്ടോ. സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി
ആദുവിന്റെ തലയിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞു വിജയരാഘവൻ. മറുപടിയെ അവൾ ഒന്ന് ചിരിച്ചു. ആദൂട്ടി, വീട്ടിലേക്ക് വരണോട്ടോ, ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുവാ. അനിതയും അവളോട് യാത്ര പറഞ്ഞിറങ്ങി. ക്ലാസ്സിന് പുറത്ത് വിശ്വനെയും കാത്തിരിപ്പാണ് ആദു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുവാൻ നേരം വിളിച്ചിരുന്നു. ഗാദുവിനെയും അക്കുവിനെയും നിർബന്ധിച്ച് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടതുകൊണ്ട് ഒറ്റയ്ക്കാണ് ആള്. വിശ്വം നടന്നു വരുന്നത് കണ്ടവൾ സന്തോഷത്തോടെ അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്നു. തുടരും. അടുത്ത പാട്ട് നമുക്ക് നാളെ ഇടാട്ടോ.